അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 25 വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ 26ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹു അഅലമു ബിമാ ലബിസു ലഹു ഗൈബുസ് സമാവാതി വൽ അർദ് أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. 26ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നമുക്ക് നോക്കാം. ഖുലില്ലാഹു ഖാഫ് നാവിൻ്റെ മുരട് ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഖുലില്ലാഹു അഅലമു ഐന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഅലമു എന്ന് ഓതരുത്. അഅലമു ബിമാ ലബിസു. ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. കൂട്ടിച്ചേർത്ത് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ, ലബിസു എന്ന് പറഞ്ഞ് രണ്ടനക്കം നീട്ടി ഇവിടെ നിർത്തണമെങ്കിൽ നാം നിർത്താവുന്നതാണ്. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ ലബിസു ലഹു ഗൈബുസ് സമാവാതി. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഓക്കെ, ലബിസു എന്നിവിടെ നിർത്തുകയാണെങ്കിൽ ഇവിടെ അലിഫ് ഇവിടെ ഈ ഒരു സിമ്പൽ വരുന്നുണ്ട് അല്ലേ നിർത്തുന്നിടത്ത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, മുമ്പേ പറഞ്ഞതാണ്, നിർത്തുന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ അലിഫും മുകളിലൊരു സുക്കൂനും ആയിട്ട് വരുന്ന ഇതിന് പറയുന്ന പേര് സിഫ്ർ മുസ്തീൽ എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് നിർത്തുകയാണെങ്കിൽ രണ്ടനക്കം നീട്ടി നിർത്താം. ഇവിടെ വാവ് മദ്ദും വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി നിർത്താം. അവിടെ നിർത്തുന്ന സ്ഥലത്ത് ഈ വഖഫ് ഈ അലിഫ് മുകളിൽ സുക്കൂനും വരികയാണെങ്കിൽ രണ്ടനക്കം നീട്ടി നിർത്താവുന്നതാണ്. ഓക്കെ, ലഹു ലഹു അതിന് ശേഷം വാവ് വന്നിട്ടുണ്ട്, സാധാരണ മദ്ദാണത്, രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ലഹു ഗൈബ് ഗൈബ് ഗൈന ഗൈൻ. ഓക്കെ, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരമാണ് ഗൈൻ. ഓക്കെ, ശ്രദ്ധിച്ചുച്ചരിക്കുക കേട്ടോ. ഒയ്ബു പലരും ഓതുമ്പോഴും ഓ എന്നുള്ള ശബ്ദമാണ് വരാറുള്ളത്, ഒയ്ബു അല്ല, ഗൈബു. ഓക്കെ, ഗൈബു സമാവാതി സിന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. സമാവാതി സാധാരണ മദ് അസ്ലി, രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. സമാവാതി വൽ അർദ് വൽ അർദ് വാവിനെ സർക്കിളാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം കേട്ടോ. ഓക്കെ, വൽ അർദ് ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, സുല ഉണ്ട്, പക്ഷെ കൂട്ടിച്ചേർത്ത് ഓതി പോകുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ. വൽ അർദി വൽ അപ്പോൾ കൂട്ടിച്ചേർത്ത് ഓതുമ്പോൾ എങ്ങനെ ഓതും? വൽ അർദി അബ്സിർ ബിഹി. ഓക്കെ, അബ് ബന് സുക്കൂനുണ്ട്, ബ കൽക്കലയുടെ ലെറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം. അബ് അബ് സ്വിർ സ്വിർ. ഇവിടെ റോയിന് സുക്കൂന് വന്നിട്ടുണ്ട്. റോയിൻ്റെ ഒരു നിയമപ്രകാരം എന്താണ്, റോയിനെ ഇവിടെ ഹെവി ആക്കണം. അബ് സ്വിർ എന്ന് ഓതില്ല, അബ് സ്വിർ എന്നുള്ള ശബ്ദമാണ് കൊടുക്കുക. കാരണം റോയിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് കെസ്ര വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? റോയിനെ ലൈറ്റാക്കിയിട്ട് എന്നുള്ള ശബ്ദം കൊടുക്കണം. ഓക്കെ, അബ്സിർ ബിഹി ബിഹി ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വഅസ്മിഅ വഅസ്മിഅ വ ചുണ്ടിനെ സർക്കിളാക്കാൻ മറന്നു പോകരുത് കേട്ടോ. വ വ വഅസ് സീന് ഹാഫ് സുക്കൂന് കൊടുക്കുക. അസ് അത്രയും മതി. അസ് അസ്മിഅ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ജീമുണ്ട് കേട്ടോ. ഓക്കെ, വഅസ്മിഅ മാ ലഹും മീമിന് കൂടെ തന്നെ അലിഫ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. മാ ലഹും മീമിൻ്റെ നിയമം, മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതി പോകണം കേട്ടോ, അത് മീമിൻ്റെ നിയമമാണ്. ഓക്കെ, ലഹും നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, നമ്മൾ എന്ത് ചെയ്യും? അവിടെ നൂനിനെ ഇഖ്ഫ ചെയ്യും, മറച്ച് മണിച്ചോതും. മിൻ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല, അവിടെ സുക്കൂനില്ല അല്ലേ, അവിടെ ഇഖ്ഫ ചെയ്യണം.
ദൂനിഹി. ദാലിൻ്റെ കൂടെ വാവ് മദ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ദൂനിഹി. ഇവിടെ ഹായിന് ശേഷം ഈ ഒരു ചിഹ്നം വന്നാൽ നമ്മൾ പറഞ്ഞു രണ്ടനക്കം നീട്ടി കൊടുക്കാനാണ്. നീട്ടി ഓതി കൊടുക്കുക. ദൂനിഹി മിൻ വ. ഇവിടെ നോക്കൂ, നൂനിന് ശേഷം വന്നിട്ടുള്ളത് വാവാണ്. സക്കിനായ നൂനിന് ശേഷം വാവ് വരികയാണെങ്കിൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഇത് ആ ബ്യൊന്ന ചെയ്യണം. ഇത് ആ ബ്യൊന്ന മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതി പോകണം കേട്ടോ. നൂനിൻ്റെ നിയമത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, വലിയും വല. ഇവിടെയും കണ്ടോ, തെൻവീനിന് ശേഷം വാവ് വന്നിട്ടുണ്ട് അല്ലേ. മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. യന് എന്തുണ്ട്, യന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അവിടെ യനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുകയും കൂടെ വേണം. വലിയും വ. ഓക്കെ, വല. ലാമിനെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. അലിഫ് മദ് വന്നിട്ടുണ്ട്. വല യുഷ്രിക്കു. യുഷ് ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. യുഷ്രിക്കു ഫീ. ഫന് യമദ് കൂടെ വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കണം. ഫി ഹുക്മിഹി. ഹു ഹ ആണ്. ഹുക്മിഹി എന്ന് ഓതരുത്. ഹുക്മിഹി. കാഫ് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ഹുക്മിഹി. ഇവിടെ ഹന് ശേഷം മദ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 4 or 5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഓക്കെ, ഹുക്മിഹി അഹദ. അഹദ. അലിഫ് മദ് ചെയ്തിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്. രണ്ടനക്കം നീട്ടി ഓതണം കേട്ടോ. ഓക്കെ, 27ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. വത്ലു. വ ചുണ്ടിനെ സർക്കിളാക്കി ഉച്ചരിക്കണേ. വത്ലു. ഹംസത്തുൽ വസ്ൽ ഉണ്ട് ഇവിടെ. ഹംസത്തുൽ വസ്ലിന് പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. നടുക്ക് വന്നാൽ മൈൻഡ് ചെയ്യൂലല്ലോ. ഓക്കെ, വത്ലു. തലേക്ക് നേരെ വരിക. തന് സുക്കൂന് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കാറ്റ് പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ വേണം നമ്മൾ എന്ന് ഉച്ചരിക്കാനായിട്ട്. വത്ലു മാ ഊഹിയ. ഇവിടെ വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഓക്കെ, ഇവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഊഹിയ. ഇവിടെ വാ മദ് വന്നിട്ടുണ്ട്. അവിടെ 2 അനക്കം നീട്ടിക്കൊടുക്കുക. സാധാരണ മദ്ദാണ് കേട്ടോ. ഊഹിയ ഇലൈക. കാഫിനൊരു ചെരിവ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇലൈക്ക എന്ന് ഓതരുത്. ഇലൈക. നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല, ഇഖ്ഫാ ചെയ്യുക. മിൻ എന്നോതാതെ നാവ് മുകളിൽ തട്ടാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കിട്ടുള്ളൂ. കിതാബി റബ്ബിക്. കിതാബി. താനെ 2 അനക്കം നീട്ടിക്കൊടുക്കുക. അലിഫ് മദ് വന്നിട്ടുണ്ട് കൂടെ. കിതാബി റബ്ബിക്. ഓക്കെ, റോ ആണ്. റബ്ബിക്ക് നോതരുത് കേട്ടോ. റബ്ബി. ബന് ശ്രദ്ധയുണ്ട്. ബനെ ഒന്ന് കനപ്പിക്കണം. റബ്ബിക്. നിർത്തുകയാണെങ്കിൽ ഇവിടെ കാഫിന് സുക്കൂന് കൊടുത്ത് നിർത്തുക കേട്ടോ. നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, സിലയുണ്ട്. ഓക്കെ, നിർത്തുകയാണെങ്കിൽ ഖ് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാം. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിൽ റബ്ബിക ലാ മുബദ്ദില എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതുക. ലാ മുബദ്ദില. ദാലിന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. മുബദ്ദില ലികലിമാതിഹി. കാഫ്. ഇവിടെയും കാഫിന് ചെരിവ് കൊടുക്കാൻ മറക്കരുത്. ലികലിമാതിഹി. ഹനെ ഇവിടെ എന്ത് ചെയ്യണം? 2 അനക്കം നീട്ടണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മീമിൻ്റെ മുകളിലും ഉണ്ട് എന്ത്? മദ്. സാധാരണ മദ് 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വലൻ തജിദ. ഇവിടെ നൂനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം. വലൻ എന്ന് ഓതാൻ കഴിയില്ല, സുക്കൂനില്ല അല്ലേ.
അപ്പം എങ്ങനെ ഓതും? വലൻ തജീദ, മറച്ചു മണിച്ച് ഇഖ്ഫാ ചെയ്ത് ഓതണം കേട്ടോ. വലൻ തജീദ, മറച്ചു മണിച്ച് ഇഖ്ഫാ ചെയ്ത് ഓതുക. തജീദ മിൻ ദൂനി, ഇവിടെയും ഇഖ്ഫാ ആണ്. മിൻ ദൂനി എന്ന് പറയില്ല, സുക്കൂനില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇഖ്ഫാ ചെയ്യും, മറച്ചു മണിച്ചോതും. മിൻ ദൂനിഹി, രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. മുൽത്തഹദ, മുൽത്തഹദ, മുൽത്തഹദ എന്നോതത് ഹ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മുൽത്തഹദ, ഹ. ഓക്കെ, ഇവിടെ അലിഫ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.